സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിനിടെ സദ്യ ഉണ്ടെന്നറിഞ്ഞ് ഉണ്ണാനെത്തിയ ഒരു യുവാവിനെ പോലീസുകാർ മർദ്ദിച്ചു എന്നൊരു പരാതി വരുന്നു. ചങ്ങനാശ്ശേരിക്കാരനായ സുമിത്താണ് എറണാകുളം നോർത്ത് പറവൂർ പോലീസിനെതിരെ ഈ പരാതി നൽകിയിരിക്കുന്നത്. മർദ്ദിച്ച ശേഷം ബലം പ്രയോഗിച്ച് സദ്യ കഴിക്കാൻ ഇരുത്തിയെന്നും പരിപ്പ് കറി ചോദിച്ചപ്പോൾ വീണ്ടും മർദ്ദിച്ചു എന്നുമാണ് സുമിത്ത് ആരോപിക്കുന്നത്. കഴിഞ്ഞ ഉത്രാട ദിനത്തിൽ ഒരു സദ്യ കഴിക്കണമെന്ന മോഹവുമായി പറവൂർ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ പരിപാടിക്കിടെ കയറി ചെന്ന സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല. ചങ്ങനാശ്ശേരിക്കാരനായ സുമിത്ത് തനിക്ക് നേരിട്ട ദുരനുഭവം പറയുകയാണ്. വല്ലതും പറഞ്ഞോ? ഉത്രാട ദിനത്തിലായിരുന്നു ഞാൻ പറവൂർ പോലീസ് സ്റ്റേഷൻ്റെ ക്യാൻറ്റീൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവരെ ഓണാഘോഷ പരിപാടി വൈൻഡപ്പിൻ്റെ സമയമായിരുന്നു. എന്നിട്ട് വൈൻഡപ്പ് എന്ന് പറയുമ്പോൾ അവർ മുണ്ടും ഷർട്ടുമായിരുന്നു ധരിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് പോലീസുകാരാണെന്ന് അറിയാനും പറ്റിയില്ല. സ്വാഭാവികം. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ സാറേ സദ്യ ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു പോലീസുകാരൻ മേലോട്ട് കയറ്റി വിട്ടു തന്നെ. മേലോട്ട് കയറ്റി വിട്ട് നേരെ കയറി ചെന്ന് കഴിയുമ്പം പിന്നീട് നീ എന്തോ മണമില്ലാത്ത എന്തോ വസ്തുവാണോ നീ കഴിച്ചേക്കുന്നതെന്ന് പറഞ്ഞ് നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കലേ. എന്നെ അകാരണമായിട്ട് ഒരു 10ഓളം പോലീസുകാർ മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. ഇടിച്ചു കഴിയുമ്പോൾ അവര് എന്നെ സദ്യ തരുന്നുണ്ട്. ഇടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളോട് സദ്യ ഇരുന്നോന്ന് പറഞ്ഞു. നീ സദ്യ കഴിച്ചിട്ട് ഇനി പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്തെ? നീ ഉണ്ണടാ, മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള. ഇല ഇട്ട് ചോറ് വിളമ്പി, കുറച്ച് ഒരു കറിയും വിളമ്പി, പിന്നെ ഒരു സാമ്പാറും വിളമ്പി. തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു. അപ്പോഴത്തേക്കിനും ഞാൻ അറിയാതെ പരിപ്പുണ്ടോന്ന് ചോദിച്ചു പോയാ. ചങ്ങനാശ്ശേരി പെരുന്നാക്കാരനാണ് ഞാൻ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അങ്ങനെ ചോദിച്ചു പോയി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കോൺടാക്റ്റുകളൊന്നുമില്ല, എനിക്ക് വീട്ടിൽ അറിയിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു കാരണമുണ്ട്. അവര് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പുതിയൊരു മൊബൈല്, ഈ ഫോൺ പോലീസുകാർ വാങ്ങി. അതെ, ഈ ഫോണ് പുതിയ ഫോണല്ല, സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. അവർ മേടിച്ചു തന്നതാണ്. എൻ്റെ ശരീരം മൊത്തം അവർ ഇടിച്ചിട്ടുണ്ട്. ഫുള്ള് പുറകിലും സൈഡിലും കുനിച്ചിരുന്ന് ഞാൻ പിന്നീട് അവർ ഇരുന്നു പോയി. എന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഏതോ ഒരു വകുപ്പ് 118 എന്ന് പറഞ്ഞൊരു വകുപ്പ്, ഞാൻ പിന്നെ അറിയുന്നില്ല, 118 എന്ന് പറഞ്ഞൊരു വകുപ്പ് ചാർത്തിയിട്ട് എന്നെ വിടുകയാണ്. ടുട്ടു, നമ്മളിന്ന് രാവിലെ ഈ വാർത്തയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുകയായിരുന്നു, സദ്യ കിട്ടാൻ വേറെ എവിടെയൊക്കെ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി എന്തിനാണ് ഈ സദ്യ കഴിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു. 100% ഞാൻ യോജിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും സുമിത്ത് പോയി സദ്യ കഴിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തി, പരിപ്പ് കറി ചോദിച്ചു, കൊടുത്തില്ല. അതിന്റെ പേരിൽ ഇത്രയൊക്കെ സംഭവം ഉണ്ടാവുമെന്ന് സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ തോന്നും. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണടാ.